ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു എളുപ്പത്തിലൊരു ഉള്ളിത്തോരൻ അല്ലെങ്കിൽ സവാളത്തോരൻ ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഉള്ളിയൊക്കെ ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകവും കൂടി ആഡ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ, ഒരുപാട് അരയരുത്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം കടുക് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കാൻ മറക്കരുതേ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന അരപ്പൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളത്തോരൻ അല്ലെങ്കിൽ ഉള്ളിത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു തോരനാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.